നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂരിലെ സദാചാര ഗുണ്ട ആക്രമണത്തിൽ 5 പേർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്ന് തിരൂർ പോലീസ്. മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് വാട്സാപ്പിൽ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തെന്ന പേരിൽ. ലോറിക്ക് പുറകിലിടിച്ച പിക്കപ്പ് വാനിലേക്ക് കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറി ഒരാൾ മരണപ്പെട്ടു. തന്നൂർ കേപ്പുരം സ്വദേശി ആഷിഖ് മരണപ്പെട്ടത്. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. അടുത്ത 4 ആഴ്ച നിർണായകമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചൊവ്വാഴ്ച അടിയന്തര യോഗം. പ്രതിദിന രോഗികളുടെ എണ്ണം 30,000 കടക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ഓണത്തിന് ശേഷം രോഗികളുടെ എണ്ണം ഉയരുമെന്നും മുന്നറിയിപ്പ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തുടർച്ചയായി പരിശോധനകൾ കുറഞ്ഞ് DPR ഉയരുന്നു. 13,383 പേർക്ക് രോഗബാധ. 85,650 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 15.63%. 90 മരണങ്ങൾ കൂടി. 21,942 പേർ രോഗമുക്തി നേടി. മലപ്പുറത്തിന് ആശ്വാസമായി രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. 1,497 പേർക്ക് രോഗം. DPR 13.38%. 3,175 പേർ രോഗമുക്തരായി. വിശദമായ വാർത്തകളിലേക്ക്. തിരൂരിലെ സദാചാര ഗുണ്ടാക്രമണത്തിൽ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. 5 യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്ന് തിരൂർ പോലീസ് അറിയിച്ചു. വാട്സാപ്പിൽ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തെന്ന പേരിലാണ് മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചത്. ചെറിയമുണ്ടത്ത് മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ കൂട്ടം ചേർന്ന് തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതായി തിരൂർ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ടവരെന്ന് സംശയിക്കുന്ന 5 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും തിരൂർ CI MJ ജിജോ പറഞ്ഞു. മർദ്ദനമേറ്റ യുവാവിന്റെ മാതാവ് സുഹറ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ചെറിയമുണ്ടം പഞ്ചായത്തിലെ വാണിയന്നൂരാണ് മാനസികാസ്വസ്ഥതയുള്ള യുവാവിനെ സദാചാര പോലീസ് ചമഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചത്. പെൺകുട്ടിയോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തെന്ന പേരിലാണ് പെൺകുട്ടിയുടെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന കൗമാരക്കാരനും കൂട്ടുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. വടിയും മറ്റായുധങ്ങളുമായി കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വാണിയന്നൂർ സ്വദേശി സൽമാനുൽ ഫാരിസിനാണ് അക്രമമേറ്റത്. അക്രമത്തിൽ സാരമായി പരിക്കേറ്റ സൽമാനുൽ ഫാരിസ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാണിയന്നൂർ തടത്തിൽ മുഹമ്മദ് സുഹറ ദമ്പതികളുടെ മകനായ സൽമാനുൽ ഫാരിസിന് 23 വയസ്സുണ്ട്. ഓഗസ്റ്റ് 12 വൈകിട്ട് 4 മണിക്ക് അരീക്കാട് വെച്ചാണ് സംഭവം. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്ന് അക്രമി സംഘം പ്രചരിപ്പിച്ച വീഡിയോയിൽ തന്നെ ദൃശ്യമാണ്. ശാരീരിക അവശതയെ തുടർന്ന് ആദ്യം തിരൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സദാചാര ഗുണ്ടായുസത്തിനും ആൾക്കൂട്ടാക്രമണത്തിനും നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഫാരിസിന്റെ ഉമ്മ മുഖ്യമന്ത്രിക്കും SP-ക്കും പരാതി നൽകിയത്. ലോറിക്ക് പുറകിലിടിച്ച പിക്കപ്പ് വാനിലേക്ക് കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറി ഒരാൾ മരണപ്പെട്ടു. താന്നൂർ കേപ്പുരം കുണ്ടുങ്ങൽ സ്വദേശി ആഷിഖ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച പുലർച്ചെ വാളയാറിൽ വെച്ചാണ് അപകടമുണ്ടായത്. വാളയാറിൽ നിന്ന് മത്സ്യം കയറ്റി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. കേപ്പുരം കുണ്ടുങ്ങൽ സ്വദേശി തെറ്റമ്മൽ പിലാത്തോട്ടത്തിൽ ഹൈദരലിയുടെ മകൻ ആഷിഖ് മരണപ്പെട്ടത്. ഡ്രൈവർ മണികണ്ഠൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. വാൻ പച്ചക്കറി കയറ്റി പോകുന്ന ലോറിക്ക് പുറകിൽ ഇടിച്ചു നിൽക്കുകയും തൊട്ടുപുറകിൽ വന്ന കണ്ടെയ്നർ പിക്കപ്പ് വാനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങൾക്കും ഇടയിൽ കുടുങ്ങിയ പിക്കപ്പ് വാനിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെയും സഹായിയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആഷിഖ് മരണപ്പെട്ടു. 39 വയസ്സായിരുന്നു. ഫൗസിയയാണ് ഭാര്യ. ഫാത്തിമ മാതാവും അക്ബർ അലി, ബദറുന്നിസ, കമറുന്നിസ, സൈഫുനിസ എന്നിവർ സഹോദരങ്ങളുമാണ്. SSF തിരൂർ ഡിവിഷൻ സാഹിത്യോത്സവം സമാപിച്ചു. ഇരിങ്ങാവൂർ സെക്ടർ ജേതാക്കളായി. തലക്കടത്തൂർ സെക്ടറിലെ അബ്ദുറഹ്മാൻ PP സർഗപ്രതിഭയും ഇരിങ്ങാവൂർ സെക്ടറിലെ മുഹമ്മദ് ഷമാസ് കലാപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. SSF തിരൂർ ഡിവിഷൻ സാഹിത്യോത്സവം സമാപിച്ചു. ഇരിങ്ങാവൂർ സെക്ടർ 1ാം സ്ഥാനവും തൃപ്രങ്ങോട് ചെറിയമുണ്ടം സെക്ടറുകൾ യഥാക്രമം 2, 3 സ്ഥാനം നേടി. തലക്കാട് സെക്ടറിലെ അബ്ദുറഹ്മാൻ PP സർഗപ്രതിഭയായും ഇരിങ്ങാവൂർ സെക്ടറിലെ മുഹമ്മദ് ഷമാസ് കലാപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 2 ദിവസങ്ങളായി നടന്ന മത്സരങ്ങൾ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനവും SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ പ്രമേയ പ്രഭാഷണവും നടത്തി. സമാപന സംഗമത്തിൽ സയ്യിദ് കോയത്തങ്ങൾ കട്ടച്ചിറ പ്രാർത്ഥന നിർവഹിച്ചു. SYS തിരൂർ സോൺ പ്രസിഡന്റ് അൻവർ സാദത്ത് മുസ്ലിയാർ ചമറോട്ടം ഉദ്ഘാടനം ചെയ്തു. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സാലിം സക്കാഫി അനുമോദന പ്രഭാഷണം നടത്തി. ഡിവിഷൻ ഫിനാൻസ് സെക്രട്ടറി ഷുക്കൂർ സാദി അധ്യക്ഷനായിരുന്നു. ജുനൈസ് മുസ്ലിയാർ, ഷുഹൈബ് പുറത്തൂർ, തബിയുദ്ദീൻ വാഹിദ്, ഇസ്മായിൽ ഹാഷിമി, അലി അക്ബർ പറവണ തുടങ്ങിയവർ സംബന്ധിച്ചു. ബൈക്കോട്ടത്തിന്റെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മിന്നും വിജയവുമായി മാറഞ്ചേരി സ്വദേശി ശരത് മോഹൻ. ബാംഗ്ലൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 3 ഇനങ്ങളിലാണ് ശരത് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 70ഓളം മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് ശരത്തിന്റെ വിജയം.
ബൈക്ക് റാലിയിൽ കേരളത്തിന് ഒട്ടേറെ അഭിമാന നേട്ടങ്ങൾ സമ്മാനിച്ച ശരത് മോഹൻ വീണ്ടും മിന്നും വിജയവുമായി അഭിമാനമാകുന്നു. മാറഞ്ചേരി ഔണ്ടിത്തറ സ്വദേശിയും കേരള വിഷൻ MD-യുമായ M. രാജ്മോഹന്റെ മകൻ ശരത് മോഹനാണ് ഇന്ത്യൻ നാഷണൽ റാലി സ്പ്രിന്റ് ചാമ്പ്യൻഷിപ്പിൽ 4 റൗണ്ടുകളിൽ നിന്നായി ഓവറോൾ 2ാം സ്ഥാനം നേടി കേരളത്തിന് തന്നെ അഭിമാനിക്കുന്ന നേട്ടം കൈവരിച്ചത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 70ഓളം മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് ശരത് മോഹൻ മികച്ച വിജയം കരസ്ഥമാക്കിയത്. ഗ്രൂപ്പ് എ, ഓപ്പൺ ക്ലാസ് എന്നീ വിഭാഗങ്ങളിലായി 4 റൗണ്ട് മത്സരിച്ചതിൽ കാറ്റഗറി 3-ൽ 1ാം സ്ഥാനവും കാറ്റഗറി 1-ൽ 3ാം സ്ഥാനവും നേടി. ബാംഗ്ലൂരിലും മംഗലാപുരത്തും വെച്ച് നടന്ന റാലികളിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് പങ്കെടുത്ത MRF ദേശീയ ബൈക്ക് റാലിയിൽ 1ാം സ്ഥാനവും നേടിയിരുന്നു. ഇതേ തുടർന്നാണ് നാഷണൽ റാലി സ്പ്രിന്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കോയമ്പത്തൂരിൽ നടന്ന MRF റാലിയിൽ മത്സരത്തിന് തൊട്ടുമുമ്പേ ബൈക്ക് കേടുവരികയും റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടും മത്സരത്തിൽ പങ്കെടുത്ത് അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുത്ത 70ഓളം പ്രൊഫഷണൽ റൈഡർമാർക്കിടയിൽ ശരത് മോഹൻ ലഭിച്ച ഈ നേട്ടം കേരളത്തിനും നാടിനും അഭിമാനം. കേരളത്തിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 30,000 കടക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ഓണത്തിന് ശേഷം കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ മാർഗങ്ങൾ കൂടുതൽ കടുപ്പിക്കും. സെപ്റ്റംബറിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 30,000 കടക്കുമെന്നാണ് വിലയിരുത്തൽ. ആകെ രോഗികളുടെ എണ്ണം 4 ലക്ഷം കടക്കുമെന്നും നേരത്തെ വിലയിരുത്തലുണ്ടായിരുന്നു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നിയന്ത്രണങ്ങളിൽ നൽകിയ ഇളവുകൾ രോഗവർദ്ധനവിന് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. 2 ആഴ്ചയ്ക്കുള്ളിൽ വർധനവുണ്ടായോ എന്ന് അറിയാനാകും. ഇത് മുന്നിൽ കണ്ട് പ്രതിരോധ മാർഗങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് നിർദ്ദേശം. പ്രധാനമായും ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് ഒഴിവാക്കും. ICUകളും കിടക്കകളും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ വീണ്ടും കർശനമാക്കും. TPR കൂടി നിൽക്കുന്ന ഇടങ്ങളിൽ നിയന്ത്രണം കർശനമാക്കും. തുടരെയുള്ള അവധി ദിനങ്ങളായതിനാൽ പരിശോധനകളുടെ എണ്ണം കുറഞ്ഞിരുന്നു. ഇത് TPR ഉയരുന്നതിന് കാരണമായി. അതിനാൽ വരും ദിവസങ്ങളിൽ പരിശോധന വർദ്ധിപ്പിക്കും. രോഗികളുടെ എണ്ണം കൂടുന്നതിനാൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. രോഗികളുടെ എണ്ണം 2000-ന് മുകളിലുള്ള ജില്ലകളിലെ സ്ഥിതിയും പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബുധനാഴ്ച അവലോകന യോഗം ചേരും. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവലോകന യോഗം ചർച്ച ചെയ്യും. 4 ആഴ്ച അതീവ ജാഗ്രത പാലിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ നിലവിലെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചൊവ്വാഴ്ച അടിയന്തര യോഗം ചേരും. അതീവ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതീവ രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ചൊവ്വാഴ്ച അടിയന്തര യോഗം വിളിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും അടച്ചിടൽ നടപ്പിലാക്കാതെ ജീവനും ജീവിതോപാധിയും ഒരുപോലെ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. അതിനാലാണ് കടകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾ കുറച്ചത്. എന്നാൽ പലരും നിർദ്ദേശം പാലിക്കാത്ത സ്ഥിതിയും കണ്ടു. അതീവ വ്യാപനശേഷിയുള്ള ഡെൽറ്റ വൈറസിന്റെ വലിയ ഭീഷണിയിലാണ് പല പ്രദേശങ്ങളും. മാത്രമല്ല 3ാം തരംഗത്തിന്റെ ഭീഷണിയും നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ഓണാവധി കഴിഞ്ഞ് സ്ഥാപനങ്ങളും ഓഫീസുകളും തുറക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വ്യക്തമാക്കി. 3ാം തരംഗം മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് വളരെ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. താലൂക്ക് തലം മുതലുള്ള ആശുപത്രികളിൽ ഓക്സിജൻ കിടക്കകളും ICUവും സജ്ജമാക്കി വരുന്നുണ്ട്. വെന്റിലേറ്ററുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. ഓക്സിജന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ പ്രത്യേക പ്രാധാന്യം നൽകി വരുന്നുണ്ട്. സംസ്ഥാനത്താകെ 870 മെട്രിക് ടൺ ഓക്സിജൻ കരുതൽ ശേഖരമായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 3ാം തരംഗം ഏറെ ബാധിക്കുന്നത് കുട്ടികളെയാണെന്ന് കണ്ടെത്തിയതിനാൽ പീഡിയാട്രിക് ചികിത്സാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചു വരുന്നുണ്ട്. 490 ഓക്സിജൻ സജ്ജീകരണമുള്ള പീഡിയാട്രിക് കിടക്കകൾ, 158 HDU കിടക്കകൾ, 96 ICU കിടക്കകൾ എന്നിങ്ങനെ ആകെ 744 കിടക്കകളാണ് കുട്ടികൾക്കായി സജ്ജമാക്കുന്നത്. മുതിർന്നവരെ പോലെ കുട്ടികൾക്കും കോവിഡ് ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ ഒരാൾക്ക് രോഗം വന്നാൽ അത് സ്വാഭാവികമായും വീട്ടിലുള്ള മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്ന അവസ്ഥയാണുള്ളത്. അതിനാൽ തന്നെ നിർബന്ധമായും ക്വാറന്റൈൻ വ്യവസ്ഥകൾ പാലിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴും കൈ കഴുകുമ്പോഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. പരിശോധനകൾ പരമാവധി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചുമ, തൊണ്ടവേദന, പനി, ജലദോഷം, ശരീരവേദന, തലവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങളുണ്ടായാൽ യാത്ര നടത്താതെ കോവിഡ് പരിശോധന നടത്തി കോവിഡ് അല്ലെന്ന് ഉറപ്പിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. താനാളൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നിന്നും വിവിധ പരീക്ഷകൾ വിജയികളായവരെ അനുമോദിച്ചു. വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി TP റസാഖ് ഉദ്ഘാടനം ചെയ്തു. താനാളൂർ പഞ്ചായത്ത് 14-ാം വാർഡിൽ നിന്നും വിവിധ പരീക്ഷകൾ വിജയികളായവരെയാണ് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ചടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TP റസാഖ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകൾ വിജയികളായവരെയും പ്രദേശത്ത് നിന്ന് ആദ്യമായി MBBS പഠനം പൂർത്തിയാക്കിയ ചിറക്കൽ ഹസാൻ അഷ്റഫിനെയും കോവിഡ് കാലത്ത് വാർഡ് ശ്രദ്ധേയമായ സന്നദ്ധ പ്രവർത്തനം നടത്തിയ ഗ്ലോബൽ KMCC പ്രവർത്തകരായ PN തൽഹത്ത്, T ഷെരീഫ്, V സനാബ് എന്നിവരെയുമാണ് അനുമോദിച്ചത്. നിറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്മായിലിനെയും ചടങ്ങിൽ ആദരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 14-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു ഉപഹാര സമർപ്പണം.
വിദ്യാർത്ഥികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കുമുള്ള ഉപഹാരം ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി വിതരണം ചെയ്തു. VKM ഷാഫി സാഹിബിനെ ക്ഷണിക്കുന്നു. ഞാൻ റോഡ് എന്ന് പറഞ്ഞപ്പോൾ ഈ റോഡാണ് 6 മീറ്റർ ഉണ്ടെങ്കിലേ ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മറുപടി പറയാൻ വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോഴാണ് റോഡ് ചെന്ന് അവസാനിക്കുന്ന പ്രദേശത്ത് റെയിൽവേയിൽ അണ്ടർ പാസേജ് ആണ്. അതൊരു എന്താ പറയുക, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ കൊക്കിൽ ഒതുങ്ങുന്നതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതിന് നമുക്ക് ഇവിടുത്തെ MLA ഇപ്പോൾ റെയിൽവേ മന്ത്രിയാണ്. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമുക്കൊരു ശ്രമം നടത്താം. എന്തായാലും അങ്ങനെ ഒരു സംഗതി റെഡിയായി വരുന്ന സമയത്ത് അത് ഈ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഈ ഒരു കുട്ടികളുടെ സ്വീകരണ പരിപാടിയിൽ നിന്ന് ആണ് അത്തരത്തിലൊരു ആശയം ഉണ്ടായത് എന്ന കാര്യത്തിൽ നമ്മുടെ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ കഴിയാവുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നെടുമത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഇസ്മായിലിനെ മീനടത്തൂർ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് P. അഷ്റഫ് ഉപഹാരം നൽകി ആദരിച്ചു. മഹത്തായ ചടങ്ങുകളോട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രസംഗിച്ച ബഹുമാന ഇസ്മായിൽ സാഹിബ്, അതേപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഷാഫി ഒക്കെ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളെ SSLC പ്ലസ് പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് നിന്നും SSLC MBBS ബിരുദം കരസ്ഥമാക്കിയ ഒരു സഹോദരിയെ കൂടി നമ്മൾ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്തുകാർക്ക് ആശ്വാസമായി സേവന പ്രവർത്തനം നടത്തിയ നമ്മുടെ ഗ്ലോബൽ ക്യാമ്പ് ശിശുക്ക പ്രവർത്തകരായ തൽഹത്ത്, ഷെരീഫ്, സനാബ് എന്നീ 3 പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് നടക്കുന്നത്. തുറവായിൽ ഫൈസൽ, P. അയ്യൂബ്, T. ജംഷി, VK മുഹമ്മദ് കോയ, M. മൊയ്തീൻ മുപ്പൻ, T. ബഷീർ ഹാജി, PT അനസ്, OP ഷിഹാബ്, TP ജലീൽ, T. ജബ്ബാർ, T. റഷീദ്, P. റഫീഖ്, ഷമീം, OP ഷാഹിൽ, K. ഹബീബ്, K. ഹംസ, തൽഹത്ത്, ഷെരീഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള താനൂർ മേഖല രൂപീകരണ യോഗം മീനടത്തൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് റഹീം കുഴിപ്പുറം യോഗം ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള താനൂർ മേഖലാ കമ്മിറ്റിക്ക് രൂപം നൽകി. സംസ്ഥാന പ്രസിഡന്റ് റഹീം കുഴിപ്പുറം യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ കവിത അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഓഡിറ്റർ സാലിഹ് സംഗീത്, ബീരാൻകുട്ടി റെയിൻബോ, അഷ്റഫ് നിഷ, വേലായുധൻ ആലത്തിയൂർ, ആബിദ് സംഗീത്, ഷെരീഫ് APK എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് ഭാരവാഹികളായി പ്രസിഡന്റായി ലത്തീഫ് മുബാറക്കിനെയും ജനറൽ സെക്രട്ടറിയായി കുഞ്ഞിപ്പ പ്രട്ടക്കിനെയും ട്രഷററായി അനീഷ് സംഗീതിനെയും തെരഞ്ഞെടുത്തു. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബും താനൂർ നഗരസഭയും ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബും താനൂർ നഗരസഭയും ചേർന്ന് പ്രസ് ക്ലബ്ബ് ഹാളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷങ്ങളുടെ ഇരട്ടിപ്പിന്നുള്ള നടന്നിട്ടുണ്ട്. വിവാഹ വാർഷിക ആഘോഷവും ഓണാഘോഷവും ഒക്കെയാണ് നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ താനൂരിലെ പ്രസ് ക്ലബ്ബ് ഓഫീസ്മാർ ഇങ്ങോട്ട് വന്നു തന്നെ വലിയൊരു ചോദ്യപ്പാട് നടത്തിയിട്ടുണ്ടായിരുന്നു. തുടക്കം ഗംഭീരം എന്നുള്ള രീതിയിൽ തന്നെ വീണ്ടും അതിൽ ഓരോ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആകർഷ്ടനായി നിങ്ങൾ തീരുമാനിക്കുകയാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോർട്ടീമാൻ തീരുമാനിച്ചു നിങ്ങൾക്കൊരു ഭക്ഷണം തരണം. തീർച്ചയായിട്ടും ഒരു ഓണസദ്യയോട്ട് വരി തന്നെ ആവട്ടെ എന്നുള്ള ഒരു ധാരണയിലാണ് അത് രൂപപ്പെട്ട് വന്നത്. തീർച്ചയായും നിങ്ങൾ അത് സ്വീകരിച്ചത് ഞങ്ങളെ കൂടി അതിലേക്ക് പങ്കാളികളാക്കി നിങ്ങൾ ചേർന്ന് നടത്താനൊക്കെ കാണിച്ചതിനുള്ള വിശാല മനസ്സിന് ഞങ്ങളുടെ ഭാഗത്ത് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും താനൂരിൻ്റെ എല്ലാവിധ മേഖലകളിലും ടച്ച് ചെയ്ത് ആവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളൊക്കെ നൽകി ഞങ്ങളോടൊത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി കടപ്പാട് അറിയിച്ചു. അഫ്സൽ കേപ്പുരം അധ്യക്ഷനായിരുന്നു. തുടർന്ന് ഓണസദ്യയും ഒരുക്കി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ CK സുബൈദ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KP അലി അക്ബർ, CKM ബഷീർ, ജയപ്രകാശ്, ജസ്ന ഭാനു, ഫാത്തിമ,
കൗൺസിലർമാരായ റഷീദ് മൗര്യ, ദിബീഷ്, പി ടി അക്ബർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഒരുമിച്ചൊരു ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. വലിയ സന്തോഷമുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് സദ്യ കഴിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് വന്ന് കഴിക്കാൻ സാധിച്ച് പിന്നെ ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും മുന്നോട്ടുള്ള വികസനത്തിന് വഴികാട്ടിയാകാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ വിജയാശംസകളും. പ്രസിഡന്റ് പോലീസ് ക്ലബ് സെക്രട്ടറി പ്രേമനാഥൻ സ്വാഗതവും ട്രഷറർ വി പി ശശികുമാർ നന്ദിയും പറഞ്ഞു. ചെമ്പ്രോട്ടം പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാർ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചെമ്പ്രോട്ടം സ്നേഹപാത പാർക്കിൽ നടന്ന ഓണാഘോഷ പരിപാടി ഷംസു കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ചെമ്പ്രവട്ടം പ്രഭാത സവാരി കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാറിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്നേഹപാത പാർക്കിൽ നടന്ന ആഘോഷ പരിപാടി ഷംസു കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ലുക്മാൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. സുകുമാരൻ മാസ്റ്റർ, ഇസ്മായിൽ, ഷൗക്കത്ത്, പ്രതീഷ്, അഭിലാഷ്, സക്കീർ, സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മ്യൂസിക് ചെയർ, വടംവലി തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഭാസ്കരൻ, റഷീദ് ബാബു, ഷിഗില, സനൽകുമാർ എന്നിവർ ചേർന്ന് കവിത, നാടൻപാട്ട്, ഓണപ്പാട്ടും അവതരിപ്പിച്ചു. ജയലക്ഷ്മി, അൻവർ, സുരേഷ് എന്നിവരാണ് പൂക്കളം തീർത്തത്. പഠന പിന്തുണയ്ക്ക് മാന്ത്രിക സമ്മാനവുമായി അധ്യാപകൻ. താഹിർ അലിയാണ് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേറിട്ട പ്രവർത്തനമൊരുക്കിയത്. ഓൺലൈൻ പഠനത്തിന്റെ വിരസത അകറ്റുവാനും വിദ്യാർത്ഥികളുടെ മനസ്സ് കുഴപ്പിക്കുവാനും മാന്ത്രിക സമ്മാനവും സല്ലാഭവുമായ അധ്യാപകൻ. പരവണ സലഫിയം സ്കൂളിലെ കമ്മ്യൂണിക്കേറ്റീവ് അധ്യാപകനായ താഹിർ അലിയാണ് വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വിദ്യാലയത്തിലെ ബോണഫൈഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ വേറിട്ട പ്രവർത്തനം ഒരുക്കി വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്. പഠന പ്രയാസങ്ങളെ ലളിതമാക്കുന്നതിനുള്ള ടിപ്സുകളും വിദ്യാർത്ഥികളിൽ വിസ്മയവും ആഹ്ലാദവും ഉണ്ടാക്കി തൻ്റെ കാലിയായ സമ്മാനപ്പെട്ടിയിൽ നിന്ന് മാന്ത്രിക സമ്മാനങ്ങൾ നൽകിയുമാണ് അധ്യാപകൻ കുട്ടികളിൽ ആഹ്ലാദവും അത്ഭുതവും തീർക്കുന്നത്. എം ടി ആണല്ലോ, ക്യാമറയിൽ കാണുന്നുണ്ട്, എം ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവർക്ക് മാജിക്കലായിട്ട് തന്നെ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാം. നേരത്തെ പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഗിഫ്റ്റ് സ്കൂൾ സമയത്ത് കിട്ടും അല്ലേ? സ്കൂൾ ഓണം സെലിബ്രേഷൻ ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ചെറിയ ഗിഫ്റ്റ് മാജിക്കിൽ കൊടുക്കാം. റെഡി, 1 2 3. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ആർക്കെന്നെ കൊടുക്കാം. ഫസ്റ്റ് ഓണാകുമ്പോൾ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ വേണ്ടത്? ഓണപ്പൂക്കളത്തിന് എന്താണ് ആദ്യമായിട്ട് വേണ്ടി വരിക? പൂക്കളിടണമെങ്കിൽ എന്താ വേണ്ടത്? തീർച്ചയായിട്ടും എന്ത് വേണ്ടി വരും? ഒരു ഫ്ലവർ വേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മളെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ മാജിക് ബോക്സിൽ ശരിക്കും എന്തില്ല, എം ടി തന്നെയാണ് അല്ലേ? നമ്മുടെ മാജിക് ബോക്സിൽ എം ടി തന്നെയാണ്. വീണ്ടും ഗിഫ്റ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് കൊടുക്കണം, നമുക്ക് എല്ലാവരും സഹകരിച്ചുകൊണ്ട് എല്ലാം ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, റൈറ്റ്? നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഗിഫ്റ്റുകളുണ്ട്. സോ കംപ്ലീറ്റ്. ക്ലാസ് മുറികളും കൂട്ടുകാരുമില്ലാത്ത കോവിഡ് കാലത്തെ പഠനം ഉല്ലാസപ്രദമാക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠന പിന്തുണ നൽകുകയുമാണ് മാന്ത്രിക സമ്മാനവും സല്ലാഭവും കൊണ്ട് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം 8ാം തരം വിദ്യാർത്ഥി ഫാത്തിമ റഷയുടെ വീട് സന്ദർശിച്ചുകൊണ്ട് നിർവഹിച്ചു. ടി മുനീർ, റസാഖ്, അർഷാദ്, CMC എന്നിവർ സംബന്ധിച്ചു. വളരെ മനോഹരമായിട്ടുള്ള സന്തോഷ നിമിഷം അല്ലേ? ഇതേപോലെ പൂക്കൾ പോലെ നമ്മൾ എന്തുണ്ടായിരുന്നു, ഓണം സെലിബ്രേഷൻ ഒരുപാട് പൂക്കൾ ഇതേപോലെ ഇട്ടു. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ ഈസ് സാനിറ്റൈസ് അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്താണ്, നമ്മൾ സാനിറ്റൈസർ എപ്പം കരുതണം. സെക്കൻഡ് വൺ നമ്മൾ പ്രൈം ആയിട്ടുള്ള കാര്യമുണ്ട്, വാട്ട് ഈസ് ദിസ്? മാസ്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ വെച്ച് മാസ്ക് ധരിക്കണം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുപോലെ മാസ്ക് ധരിക്കണം. സഖാവ് ഇമ്പിച്ചി ബാവ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൂട്ടായി ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CIT ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സഖാവ് ഇമ്പിച്ചി ബാവ സ്മാരക ട്രസ്റ്റിന്റെ സഹകരണത്തോടെ കൂട്ടായി മേഖലയിലെ +2 SLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കൂട്ടായി ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CP ഷുക്കൂർ, E ജാഫർ, KP ഉസ്മാൻ കോയ, സാദിഖ് എന്നിവർ സംസാരിച്ചു. SKSF പുതുപ്പള്ളി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി.
SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് SKSF പുതുപ്പള്ളി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. മഹല്ല് പ്രസിഡന്റ് സൈദൽവി ഹാജി ഉദ്ഘാടനം ചെയ്തു. SKSF ആലത്തൂർ മേഖലാ വൈസ് പ്രസിഡന്റ് ഷെബി പുതുപ്പള്ളി, പുറത്തൂർ ക്ലസ്റ്റർ സെക്രട്ടറി റിഷാദ് KV, ഷംസാദ്, ജിംഷ ഹുദവി, അസ്ലം, ഫർഷാദ്, ഫബിൻ, നിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും CPIM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ഈസ്റ്റ് അരിക്കാൻചിറ സ്വദേശി കപ്പാട്ടകത്ത് തെക്കുംപുറത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന കുഞ്ഞുമോൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. 1967 വട്ടം കാനൂരിലെ KC ഭാവ, KT ബാപ്പു ഹാജി എന്നിവരോടൊപ്പം പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി. അക്കാലത്ത് പ്രകടനങ്ങൾ മുദ്രാവാക്യം പിടിച്ചിരുന്നും കുഞ്ഞുമോനാക്കായിരുന്നു. CPM കാനൂർ ബ്രാഞ്ച് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആയിഷയാണ് ഭാര്യ. റിയാസ് അഹമ്മദ്, ഫൈസൽ, വാഹിദ എന്നിവർ മക്കളാണ്. വിജയിയായ വനിതാ സ്ഥാനാർത്ഥിയെ ആശ്ലേഷിച്ചു പൊട്ടിക്കരഞ്ഞ് വൈറലായ സഖാവ് വിട പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതിർന്ന നേതാവ് കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന കുഞ്ഞുമോനാക്കയാണ് മരണപ്പെട്ടത്. 80 വയസ്സായിരുന്നു. വെട്ടം പഞ്ചായത്തിലെ തങ്കമണിയും കുഞ്ഞുമൊയ്തീൻകയും വിജയാഹ്ലാദത്താൽ പരസ്പരം ആശ്ലേഷിക്കുന്ന ചിത്രം വൈറലായിരുന്നു. വിജയിയായ വനിതാ സ്ഥാനാർത്ഥിയെ മുതിർന്ന പാർട്ടി സഖാവ് ആശ്ലേഷിച്ച് സന്തോഷത്താൽ പൊട്ടിക്കരയുന്ന ഹൃദയസ്പൃക്കായ ദൃശ്യം തെരഞ്ഞെടുപ്പ് കാലത്തെ വേറിട്ട കാഴ്ചയായിരുന്നു. വെട്ടം അരിക്കാഞ്ചിറയിലെ KT കുഞ്ഞുമൊയ്തീൻ എന്ന കുഞ്ഞുമോനാക്കയെ കാണാനെത്തിയ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പറവണ ഡിവിഷനിൽ നിന്ന് വിജയിച്ച CPIM സ്ഥാനാർത്ഥി V തങ്കമണിയുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ വെട്ടത്ത് അരനൂറ്റാണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിന്റെ ഫലം പഞ്ചായത്തിന് ലഭിച്ച സന്തോഷത്തിലായിരുന്നു കുഞ്ഞുമോനാക്ക. പച്ചാപ്പ എന്ന വിളിയോടെ എത്തിയ തങ്കമണിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയപ്പോൾ ആ വൃദ്ധഹൃദയം ആഹ്ലാദത്താൽ തേങ്ങി. പച്ചാപ്പയുടെ കരച്ചിൽ തങ്കമണിക്കും കൂടെ എത്തിയ ജനതയ്ക്കും അടക്കാനായിരുന്നില്ല. 1967 വെട്ടം കാനൂരിലെ KC ഭാവ, KT ബാപ്പു ഹാജി എന്നിവരുടെ കൂടെ പാർട്ടി പ്രവർത്തനത്തിനിറങ്ങിയ കുഞ്ഞുമോനാക്കയായിരുന്നു പ്രകടനങ്ങളിൽ മുദ്രാവാക്യം വിളിച്ചിരുന്നത്. 4 പേർ മാത്രമുള്ള പ്രകടനങ്ങളിൽ പോലും കുഞ്ഞുമോനാക്കയുടെ മുദ്രാവാക്യം വിളി നാട്ടിൽ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു. CPM കാനൂർ ബ്രാഞ്ച് സെക്രട്ടറി, വെട്ടം ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു. മുൻ MLA ആയിരുന്ന PP അബ്ദുള്ളക്കുട്ടിയുടെ സന്തത സഹചാരിയായി മാറിയ കുഞ്ഞുമോനാക്കയാണ് V തങ്കമണിയെ പ്രസ്ഥാനത്തിലേക്ക് തന്നെ കൊണ്ടുവന്നത്. കുഞ്ഞുമോനാക്കയുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു ചേർന്ന അനുശോചന യോഗത്തിൽ CPM ലോക്കൽ സെക്രട്ടറി NS ബാബു അധ്യക്ഷനായിരുന്നു. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, വെട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, P കുഞ്ഞുമൂസ, പ്രബീഷ് പുതുകുളങ്ങര, P ജിഷി, കൊടക്കാട് ബഷീർ, C സമദ്, ജലീൽ അരിക്കാഞ്ചിറ, ജയ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ തുടർച്ചയായി കോവിഡ് പരിശോധനകളുടെ എണ്ണം കുറഞ്ഞു. 13,383 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 85,650 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.63%. 90 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. 21,942 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും കോവിഡ് പ്രതിദിന പരിശോധനകളുടെ എണ്ണവും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 13,383 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 1,828 പേർക്കാണ് തൃശൂരിൽ രോഗം സ്ഥിരീകരിച്ചത്. 236 രോഗികളുള്ള ഇടുക്കി ജില്ലയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ താരതമ്യേന കുറവുള്ളത്. 24 മണിക്കൂറിനിടെ 85,650 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.63%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 90 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 19,584 ആയി. 12,492 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 771 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 39 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 81 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. അതേസമയം രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 21,942 പേരാണ് രോഗമുക്തരായി ആശുപത്രി വിട്ടത്. ഇതോടെ 1,54,563 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 36,53,008 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തരായിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,71,921 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 4,45,342 പേർ വീടുകളിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലുമായും ക്വാറന്റൈനിൽ കഴിയുന്നു. 26,579 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലുണ്ട്. 1,647 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് ആശ്വാസമേകുന്നു. 1,497 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. TPR 13.38% രേഖപ്പെടുത്തി. 3,175 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,932 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്.
മലപ്പുറം ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ആശ്വാസം പകരുന്നുണ്ട്. 1497 പേർക്കാണ് തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.38% എന്ന നിരക്കിലേക്ക് താഴ്ന്നു. ഇതിൽ 1457 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. 3175 പേരാണ് തിങ്കളാഴ്ച കോവിഡ് മുക്തരായത്. ഇതോടെ ജില്ലയിലെ കോവിഡ് മുക്തരായവരുടെ ആകെ എണ്ണം 4,42,274 ആയി. ദിനംപ്രതി രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശ്വാസം പകരുന്നുണ്ട്. 74,549 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. തിങ്കളാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 35 പേരുടെ രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കും വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 2 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇതുവരെ 1932 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. 27,831 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നു. പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 839 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 377 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 128 പേരും ചികിത്സയിലുണ്ട്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 290 പേരും ശേഷിക്കുന്നവർ വീടുകളിലായും നിരീക്ഷണത്തിൽ കഴിയുന്നു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചമ്മല അഷ്റഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് നാട്ടറിവ് വാട്സാപ്പ് കൂട്ടായ്മ ബീരാഞ്ചിറ ആദരിച്ചത്. ചമ്മല അഷ്റഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ സാഹചര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമേ ചടങ്ങുകളൊക്കെ നടത്താൻ പാടുള്ളൂ. ഞങ്ങളൊക്കെ ഒരുപാട് പൊതുപരിപാടികൾ പങ്കെടുക്കുന്നവരും നടത്തുന്നവരുമാണ്. ഇനിയിപ്പോൾ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഇതിൻ്റെ വീഡിയോകൾ ഫോട്ടോകളൊക്കെ പുറത്തു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മുന്നിലൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാരവാഹികൾക്കെതിരെ കേസുണ്ട്. നമ്മളൊക്കെ 3-4 കേസുകളിൽ ഇപ്പോൾ പെട്ട് കഴിഞ്ഞു. റാഫി ബീരാഞ്ചിറ അധ്യക്ഷനായിരുന്നു. ഉണ്ണി മാങ്ങോട്ടിൽ, മുസ്തഫ, നാസർ, ബാവ മലായി എന്നിവർ സംസാരിച്ചു. സിദ്ദിഖ്, അബ്ബാസ്, കുഞ്ഞാപ്പു, സൈഫു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവണി അവിട്ടത്തിന്റെ ഭാഗമായി അർച്ചക് പുരോഹിത് പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുനാവായ സേവാകുഞ്ചിൽ ഉപകർമ്മം നടന്നു. പരിപാടിയിൽ സംസ്ഥാന സംയോജക് വാസു പാറപ്പുറം, ജില്ലാ സംയോജക് സുനിൽ പരിയാപുരം, ശർമ്മ പറയക്കുടത്ത്, ഷൺമുഖൻ, CP രാജൻ, രതിൻ തിരുനാവായ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂരിലെ സദാചാര ഗുണ്ട ആക്രമണത്തിൽ 5 പേർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്ന് തിരൂർ പോലീസ്. മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് വാട്സാപ്പിൽ പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തെന്ന പേരിൽ. ലോറിക്ക് പുറകിലിടിച്ച പിക്കപ്പ് വാനിലേക്ക് കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറി ഒരാൾ മരണപ്പെട്ടു. താന്നൂർ കേപുരം സ്വദേശി ആഷിക്കരിയാണ് മരണപ്പെട്ടത്. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. അടുത്ത 4 ആഴ്ച നിർണായകമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചൊവ്വാഴ്ച അടിയന്തര യോഗം. പ്രതിദിന രോഗികളുടെ എണ്ണം 30,000 കടക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ഓണത്തിന് ശേഷം രോഗികളുടെ എണ്ണം ഉയരുമെന്നും മുന്നറിയിപ്പ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തുടർച്ചയായി പരിശോധനകൾ കുറഞ്ഞ് DPR ഉയരുന്നു. 13,383 പേർക്ക് രോഗബാധ. 85,650 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 15.63%. 90 മരണങ്ങൾ കൂടി. 21,942 പേർ രോഗമുക്തി നേടി. മലപ്പുറത്തിന് ആശ്വാസമായി രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. 1,497 പേർക്ക് രോഗം. DPR 13.38%. 3,175 പേർ രോഗമുക്തരായി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.